കൈമലർത്തി ഓത്തുപള്ളിക്കുളം നാട്ടുകാർ നവീകരിച്ചു. തിരൂർ തലക്കടത്തൂർ ചെറിയമുണ്ടം പഞ്ചായത്തിലെ 16-ാം വാർഡിലെ ഓത്തുപള്ളിക്കുളമാണ് നാട്ടുകാർ പിരിവെടുത്ത് നവീകരിച്ചത്. നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും അധികൃതർ മൗനം തുടർന്നു. ഇതോടെ പ്രദേശവാസികൾ മുന്നിട്ടിറങ്ങി 1,10,000 രൂപ പ്രദേശവാസികളിൽ നിന്നും തന്നെ പിരിവെടുത്തു. 9 ദിവസത്തെ പ്രദേശവാസികളുടെ അധ്വാനം അധികൃതർക്കുള്ള മറുപടിയായി ഓത്തുപള്ളിക്കുളം നവീകരണം പൂർത്തിയാക്കി. ഹലോ, ഈ കുളം ആരാണത് പോയി നന്നാക്കുന്ന കുളം? ജനങ്ങളും എല്ലാവരും കൂടി സഹകരിച്ചിട്ട്. ഇത് എത്ര വർഷമായി ഇത് ഇതേമാതിരി കിടന്ന്? ഇതേമാതിരി 10 വർഷത്തിന്റെ മേലായിട്ടുണ്ടാവും. 4 പതിറ്റാണ്ടായി ഈ അവസ്ഥയ്ക്ക് എടുക്കണ കുളം. അധികൃതരുടെ ഭാഗത്ത് നിന്ന് പല പ്രാവശ്യം നമ്മൾ ബന്ധപ്പെട്ടിട്ട് യാതൊരു പഞ്ചായത്ത് പ്രവർത്തനം ഒരു ഇതുമില്ലാത്ത സഹായം ഇല്ലാത്തതിന്റെ ഫലമായിട്ട് നമ്മുടെ നാട്ടുകാരും ഈ പ്രദേശത്തുള്ള പ്രദേശവാസികളും കൂടിയിട്ട് പൈസ പിരിച്ചിട്ടാണ് ഇപ്പോൾ ഈ കുളം ഇത്രയും വൃത്തിയാക്കുന്നത്. ഏകദേശം ഒരു ഈ അങ്ങാടിയിലുള്ള പണ്ട് കാലത്ത് അങ്ങാടിയിൽ കച്ചവടം ചെയ്യാൻ വന്നിരുന്ന ആളുകൾ മുഴുവനും ഇതോടെ നിന്നാണ് അലക്കി കുളിച്ച് തിരുമ്പി വീട്ടിലേക്ക് പോയിരുന്നതും കച്ചവടത്തിനൊക്കെ പോയിരുന്നത്. അത്രയും എല്ലാ ആളുകൾക്കും ഉപയോഗപ്രദമായ ഒരു സ്ഥലമായിരുന്നു കുളമായിരുന്നത്. പക്ഷേ എന്നിട്ട് പോലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹായവും ഇത്രയും കാലമായിട്ട് കിട്ടില്ല. പല പ്രാവശ്യം പല സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ചില ബ്ലോക്കിൽ നിന്നൊക്കെ ചില സഹായങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സംഗതികൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും രീതിയിൽ ഒരു ക്ലീനിങ് ഇതുവരെ ഒരു 10-40 വർഷമായിട്ട് നടത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ നാട്ടുകാരും ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് 5 ലക്ഷം റുപ്യന്റെ ബഡ്ജറ്റ് നടക്കുള്ളൂ. ഇത് 5 ലക്ഷം ഇല്ല, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. അപ്പോൾ ഈ പഞ്ചായത്തും ബ്ലോക്കൊന്നും മെയിൻ്റനൻസിന് ഒരു പൈസ നീക്കി വെക്കണില്ലാണ്ടാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇത് എത്രാം വാർഡാണ്? ചെറിയമുണ്ടം 16-ാം വാർഡ്. നിങ്ങൾ മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? മെമ്പറോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഫണ്ടില്ല, ചെറിയ പൈസ ഉള്ളൂ. ചെറിയ പൈസ കൊണ്ട് 10,000-90,000 റുപ്യ ചെലവുള്ള ഇതിന് ഒരു 7,000 റുപ്യ തരാൻ എന്തിനാ അവർ പറഞ്ഞിട്ടുള്ളൂ. വാക്കാല ഇന്നുവരെ 7,000 പോലും കിട്ടിയിട്ടില്ല. ഇപ്പൊ എത്ര ദിവസത്തെ പണിയാണ് ഈ കുളത്തിൽ നടന്നത്? 4 ദിവസമായി പണി. ഇനിയൊരു 2-3 ദിവസം പോലെ ഇനിയും പണിയെടുക്കണം. PT അൻവർ, PT ഹുസൈൻ, പള്ളിത്തൊടി ലത്തീഫ്, PT ദിൽഷാദ്, PT ജലീൽ, O അനീഫ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി പൂർത്തിയായത്. 100 വർഷത്തോളം പഴക്കമുള്ള ഓത്തുപള്ളിക്കുളത്തിൽ നീന്തൽ പരിശീലനമടക്കം നടന്നിരുന്നു. പഴയ കാലങ്ങളിൽ ഈ കുളം അലക്കാനും കുളിക്കാനുമായി ഉപയോഗിച്ചിരുന്നു. ന്യൂസ് 99 തിരൂർ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.